അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 18 ശനിയാഴ്ച. വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച അധ്യാപകരടക്കം 9 പേർക്കും വിദ്യാർത്ഥികളും നാട്ടുകാരും ഉറ്റവരുമെല്ലാം കണ്ണീരോടെ വിടയേകി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങളുമായുള്ള ആംബുലൻസുകൾ രാവിലെ 9:15 പെരിന്തൽമണ്ണ പാങ്ങ് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും നാട്ടുകാരും ഒഴുകിയെത്തിയ സ്കൂൾ അങ്കണം സങ്കടക്കടലായി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ സ്കൂളിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ബുധനാഴ്ചയ്ക്കകം കരാറായില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്നും യുദ്ധം ആരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരെ നാവിക ഉപരോധം തുടർന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ്. വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ തീരാനോവായി രക്ഷപ്പെട്ട 11-കാരി മസ്നീൻ. ഉമ്മ ഷക്കീനയുടെ മരണവിവരം ഇനിയും മസ്നീനെ അറിയിച്ചിട്ടില്ല. പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട മസ്നീനെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. തകർന്ന വാഹനത്തിൽ നിന്ന് മസ്നീനെ പിറകെ വന്ന ടാക്സി ഡ്രൈവറാണ് പുറത്തെടുത്തത്. ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വനിതാ സംവരണത്തെ അട്ടിമറിച്ചത് BJP എന്ന് KC വേണുഗോപാൽ. 543 അംഗ സഭയിൽ 1/3 സംവരണം നൽകണം. വനിതകളുടെ പേരിൽ ബിൽ കൊണ്ടുവന്ന് തോന്നുംപടി മണ്ഡല പുനർനിർണയ നിയമം പാസാക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് BJP ശ്രമിച്ചത്. വനിതാ സംവരണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രാജ്യവ്യാപക പ്രചരണം നടത്തുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വനിതാ സംവരണ ബിൽ പാസാക്കാനാകാത്തതിന് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി രാജ്യവ്യാപക പ്രതിഷേധ സമരത്തിനൊരുങ്ങി BJP. പാർട്ടിയുടെയും വനിതാ മോർച്ചയുടെയും നേതൃത്വത്തിൽ സ്ത്രീകൾ തെരുവിലിറങ്ങുമെന്ന് കേന്ദ്ര BJP നേതാക്കൾ വ്യക്തമാക്കി. വനിതാ സംവരണ ബിൽ പാസാക്കാൻ ഇനിയും ശ്രമം നടത്തുമെന്നും BJP. BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയ ലോൺ ആപ്പ് സംഘത്തിലെ 3 പേർ അറസ്റ്റിൽ. ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നാണ് ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിപ്പുകാരായ പ്രതികളെ പോലീസ് പിടികൂടിയത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആത്മഹത്യയ്ക്ക് മുൻപ് പ്രിൻസിപ്പലിന്റെ മുറിയിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇതേസമയം അന്വേഷണം തൃപ്തികരമല്ലെന്ന് നിതിൻ രാജിന്റെ ബന്ധുക്കൾ കുറ്റപ്പെടുത്തി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഓർത്തോഡോന്റിക്സ് വിഭാഗത്തിലെ എല്ലാ ജീവനക്കാരും രാജിക്കത്ത് നൽകി. അധ്യാപകർ ഉൾപ്പെടെ 7 പേരാണ് രാജി നൽകിയത്. ജീവനക്കാർ കൂട്ടത്തോടെ രാജിവെച്ചതോടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം അവതാളത്തിലായി. ലോൺ ആപ്പിൽ നിന്ന് വായ്പയെടുത്ത കോഴിക്കോട് വടകരയിലെ യുവാവിനെ കാണാതായി. ആയഞ്ചേരി സ്വദേശി വിഷ്ണുപ്രകാശിനെയാണ് കാണാതായത്. ബാങ്കിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വിഷ്ണു 13-ന് വീട്ടിൽ നിന്നിറങ്ങിയത്. വായ്പാ തുകയായ 10,000 രൂപ തിരിച്ചടവ് മുടങ്ങിയതിനാൽ ഭീഷണി കോളുകൾ വന്നിരുന്നതായി കുടുംബം ആരോപിച്ചു. ബേപ്പൂർ ഹാർബറിൽ മത്സ്യബന്ധനത്തിനിടെ ശ്വാസതടസ്സമുണ്ടായവരിൽ ഒരാൾ മരിച്ചു. ആയിഷ ബോട്ടിലെ 12 ജീവനക്കാർക്കാണ് ശ്വാസതടസ്സം അനുഭവപ്പെട്ടത്. കുഴഞ്ഞു വീണ 4 പേരിൽ 3 പേരുടെ കൂടി നില ഗുരുതരമാണ്. എൻജിൻ റൂമിൽ വെള്ളം കയറിയത് പരിശോധിക്കാൻ പോയപ്പോഴാണ് ശ്വാസതടസ്സം ഉണ്ടായത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി സർക്കാർ നൽകുന്ന ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളലോ ചോർച്ചയോ ഉണ്ടായാൽ നിർമ്മാണ കരാറുകാരായ ഊരാളുങ്കൽ സഹകരണ സംഘം പരിഹരിക്കേണ്ടി വരുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ഒരു വീട്ടിലുണ്ടായ വിള്ളൽ മന്ത്രി പരിശോധിച്ചു.
കോൺക്രീറ്റിൽ വിള്ളൽ രേഖപ്പെടുത്തിയ ഭാഗത്ത് ഉരക്കടലാസ് കൊണ്ട് ഉരച്ച് പരിശോധിച്ചു. മിൽമ പാലിന്റെ വില ഉടൻ വർദ്ധിപ്പിച്ചേക്കും. 29-ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് തീരുമാനമെടുക്കും. ലിറ്ററിന് 6 രൂപ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബോർഡ് ആസ്ഥാനത്തിന് മുന്നിലാണ് സമരം. കണ്ണൂർ ആലക്കോട് തിമിരിയിൽ RSS BJP പ്രവർത്തകരെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച കേസിൽ 10 CPM പ്രവർത്തകർക്ക് 25 വർഷം തടവു ശിക്ഷ. തളിപ്പറമ്പ് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി KN പ്രശാന്താണ് ശിക്ഷ വിധിച്ചത്. പഞ്ചായത്ത് അംഗം അടക്കമുള്ളവരെയാണ് ശിക്ഷിച്ചത്. 2011 നവംബർ 27-നായിരുന്നു തിമിരി ബോംബേറ്. വിഴിഞ്ഞം തുറമുഖത്തിന് ലോജിസ്റ്റിക്സ് പാർക്കുകൾക്കും അനുബന്ധ വ്യവസായങ്ങൾക്കുമായി 3000 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് സംരംഭകർക്ക് നൽകും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് ഭൂമി കണ്ടെത്താൻ ശ്രമിക്കുന്നത്. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാദ വിവാഹം നടന്ന സംഭവത്തിൽ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. ഇക്കാര്യം മധ്യപ്രദേശ് പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. എന്നാൽ പെൺകുട്ടിക്ക് പോലീസ് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് പണം നൽകിയെന്ന പരാതിയിൽ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ മൊഴി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി രേഖപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി NMR റസാഖ് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയ മുഹമ്മദ് ഷാ, ശോഭയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നഗരസഭാ മുൻ അധ്യക്ഷ പ്രമീല ശശിധരൻ തുടങ്ങിയവരുടെയും മൊഴിയെടുത്തു. അടുത്തയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. ഇന്നലത്തെ മൊത്തം വൈദ്യുത ഉപയോഗം 116.11 ദശലക്ഷം യൂണിറ്റായിരുന്നു. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 6013 മെഗാവാട്ടായിരുന്നു. ഈ നില തുടർന്നാൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും വേണ്ടി വന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ക്ഷേത്രത്തെയും ആചാരങ്ങളെയും വെല്ലുവിളിക്കാൻ ആരും ക്ഷേത്രത്തിൽ പോകരുതെന്ന് ശബരിമല ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവര് സുപ്രീം കോടതിയിൽ വാദിച്ചു. ശബരിമല യുവതീ പ്രവേശന വിഷയമടക്കം പരിഗണിക്കുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ചിനു മുന്നിലാണ് ഈ വാദം. ചാലക്കുടി പാലത്തിന്റെ ഒരു ഭാഗം ഇന്നു രാത്രി 9 മുതൽ 6 ദിവസത്തേക്ക് അടച്ചിടും. പടിഞ്ഞാറ് ഭാഗത്തുള്ള പഴയ പാലമാണ് അടയ്ക്കുക. മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര അടിപ്പാത നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും ഭാരപരിശോധനയ്ക്കുമായാണ് അടച്ചിടുന്നത്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം നാളെ മുതൽ 23 വരെ തൃശൂരിലെ റീജിയണൽ തിയേറ്ററിൽ നടക്കും. 10 നാടകങ്ങളാണ് അരങ്ങേറുന്നത്. എല്ലാ ദിവസവും രാവിലെ 10:30-ക്കും വൈകുന്നേരം 6-നുമാണ് നാടകം. പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് തിങ്കളാഴ്ച കൊടിയേറും. പ്രധാന ക്ഷേത്രങ്ങളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും കൊടികയറ്റും. ഈ മാസം 26-നാണ് തൃശൂർ പൂരം. 24-ന് സാമ്പിൾ വെടിക്കെട്ട്. സ്വരാജ് റൗണ്ടിൽ പൂരപ്പന്തലുകൾ ഉയർന്നു തുടങ്ങി. കൊല്ലപ്പെട്ട വനംകൊള്ളക്കാരൻ വീരപ്പന്റെ ഭാര്യയും മകളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. വീരപ്പൻ ജീവിച്ചിരുന്നാൽ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയാകുമെന്ന ആശങ്ക നേതാക്കൾക്കുണ്ടായിരുന്നു. അതാണ് വീരപ്പനെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കാൻ കാരണം. വീരപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായേനെ എന്നും ഭാര്യ മുത്തുലക്ഷ്മി അവകാശപ്പെട്ടു. വ്യോമസേനയുടെ സുഖോയ് യുദ്ധവിമാനം പൂനെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇടിച്ചിറക്കി. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രി 10:30-യോടെയാണ് സംഭവം. അപകടത്തെ തുടർന്ന് പൂനെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ താൽക്കാലികമായി അടച്ചു. അനുചിതമായ വസ്ത്രധാരണം ലൈംഗികാതിക്രമത്തിന് വഴിവെക്കുമെന്ന് തിരുച്ചിറപ്പള്ളി ദേശീയ ലോ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ V. നാഗരാജ്. ഷോർട്സ് ധരിക്കുന്നവർ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിക്കുകയാണെന്നും ലൈംഗികാതിക്രമം ക്ഷണിച്ചു വരുത്തുകയാണെന്നുമുള്ള V. നാഗരാജിന്റെ പരാമർശത്തിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. US ഇറാൻ 2ാം ഘട്ട ചർച്ചകൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുമെന്ന് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. മുൻപ് നടന്ന ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞതിനെ തുടർന്നാണ് വീണ്ടും ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നത്. കഞ്ചാവുമായി പിടിയിലായ എയർ ഇന്ത്യ പൈലറ്റിനെ US അധികൃതർ നാടുകടത്തി.
ഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് യാത്ര ചെയ്ത എയർ ഇന്ത്യ പൈലറ്റിനെയാണ് കഞ്ചാവ് സഹിതം പിടികൂടി ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.